അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തൊക്കെയുണ്ട്, സുഖമാണോ എല്ലാവർക്കും? ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിറ്റി ടൂറുമായിട്ടാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന കട്ടർപോണിലെ വിശേഷങ്ങളും കട്ടർപോണിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കാഴ്ചവെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ട്രാവൽ ഡയറീസിൻ്റെ ഒരു അടിപൊളി സിറ്റി ടൂർ വ്ളോഗിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്ന് നല്ല വെയിലാണ്. വെയില് ചൂട് ഭയങ്കരം. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് ലാലൂസിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ലാലൂസിലാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങാം. ഞാൻ ആദ്യമായിട്ടേ മൗറീഷ്യസിനെ കുറിച്ച് അറിയുന്നത് എനിക്ക് രാജേഷേട്ടൻ്റെ പ്രപ്പോസൽ വന്നപ്പോഴാണ്. അന്ന് വന്നപ്പോൾ മൗറീഷ്യസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ UK പോലെ അല്ലെങ്കിൽ കാനഡയൊക്കെ പോലൊരു കൺട്രി ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെയാണ് രാജേട്ടനാണ് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതൊരു ഐലൻഡാണെന്നും ചെറിയൊരു കൺട്രി ആണെന്നൊക്കെ. കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്ത് കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സംശയമായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് 2 ഫ്ലൈറ്റ് കയറിയിട്ടാണ് മൗറീഷ്യസിലേക്ക് വരുന്നത്. പക്ഷേ വീണ്ടും ഞാൻ നാട്ടിൽ തന്നെയാണോ എത്തിയത് എന്നുള്ളൊരവസ്ഥയായിരുന്നു. കാരണം ഇവിടെയുള്ള എല്ലാം നമ്മുടെ നാട് പോലെ തന്നെയാണ്. നാട്ടിലെ പല കാഴ്ചകളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ശരിക്കും ഇന്ത്യയുടെ ഒരു ചെറിയ രൂപം എന്ന് വേണമെങ്കിൽ മൗറീഷ്യസിനെ പറയാൻ പറ്റും. ഞാനിവിടുത്തെ പല സ്ഥലങ്ങളിലെ ഫോട്ടോസ് ഇടുമ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, നീ നാട്ടിലെത്തിയോടി എന്നുള്ളത്. അപ്പോൾ ഈ ഐലൻഡിനെ കുറിച്ച് അറിയാത്തവരോട് ഞാൻ പറയുകയാണ്, മൗറീഷ്യസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയൊരു ഐലൻഡാണ് കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഞാൻ താമസിക്കുന്ന ലാലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തെ അതിന് തൊട്ടടുത്തുള്ള ഒരു ശിവാലയയിലാണ് കേട്ടോ. ഒരു ശിവന്റെ ക്ഷേത്രമാണിത്. ശിവാലയ ക്ലോസ് ചെയ്തു കേട്ടോ. 11 മണി വരെയുള്ളൂ ശിവാലയം ഉള്ളത്. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ശിവാലയൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നൊരു ദിവസം കാണിച്ചു തരുന്നതായിരിക്കും. നല്ല അടിപൊളി വെയിലാണ്, നല്ല ചൂടാണ്. പോലീസ് ഇവിടെ ഒരു വണ്ടി ലോക്ക് ചെയ്ത് വെച്ചു കേട്ടോ. സൈഡിലിതാ ഇങ്ങനെ 2 ലൈന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ 2 ലൈനിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. 1 ലൈനുള്ള സ്ഥലത്ത് മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ പാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ വണ്ടി ഇതവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. ഇതൊരു ചെറിയ ഐലൻഡ് ആണെങ്കിൽ പോലും ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചറും അതുപോലെ ഇവിടുത്തെ റോഡ് ട്രാഫിക് റൂൾസും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രോപ്പറായിട്ടാണ് നടക്കുന്നത് കേട്ടോ. കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുള്ള മലയാളികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, മൗറീഷ്യൻസിന് ഭയങ്കര ക്ഷമയാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ നിന്ന്. ഒരു അനാവശ്യമായിട്ടുള്ള ഹോണടി സൗണ്ട് പോലും കേൾക്കാൻ പറ്റില്ല നമുക്കിവിടെ നിന്ന്. പോരാത്തതിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് തീരുന്നത് വരെ ക്ഷമയോട് കൂടിയിട്ട് ഒരു ഹോണടി ശബ്ദം പോലും ഉണ്ടാക്കാതെ കാത്തിരിക്കുന്ന ആളുകളും കൂടിയാണ് കേട്ടോ മൗറീഷ്യൻസ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനും ഇവിടുത്തെ പോലീസുകാരുടെ ലുക്കൊക്കെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അവർ യൂസ് ചെയ്യുന്ന ആ ബൈക്കാണെന്നുണ്ടെങ്കിലും അവരുടെ യൂസ് ചെയ്യുന്ന ആ വണ്ടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ നടന്ന് ഇപ്പോൾ ലാലൂസിലെത്തി കേട്ടോ. ഇതാണ് ലാലൂസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ബസ്സൊക്കെ വന്ന് നിർത്തുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും പല ഭാഗത്തേക്കുള്ള സൗത്ത് ഭാഗത്തേക്കും അതുപോലെ വെസ്റ്റ് ഭാഗത്തേക്കൊക്കെ ഉള്ള ബസ്സുകൾ നമുക്ക് കിട്ടും. ഇതുപോലുള്ള ചെറിയ ചെറിയ സ്നാക്സിൻ്റെ ഷോപ്പുകളിലോട്ടോ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് ബേക്കറി പോലെയൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. അതുപോലെ നമ്മൾ കേക്ക്, അതുപോലെ ചിപ്സ്, മിച്ചർ, അങ്ങനെ പല പല സാധനങ്ങളും നമുക്ക് നാട്ടിൽ കിട്ടുമല്ലോ, അതൊന്നും ഇവിടെ കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഇവിടെ മെയിനായിട്ട് ദാൽപൂരി, അതുപോലെ പാൻ കേക്കുകൾ, പിന്നെ സ്വീറ്റ് ഐറ്റംസ്, പിന്നെ ബ്രെഡ് ഐറ്റംസ്, പിന്നെ മെയിനായിട്ട് ഉണ്ടാകുന്നത് ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതൊരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പാണ്. അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ബേക്കറി ഷോപ്പുകൾ ഇവിടെ വളരെ കുറവാണ്. ഇത് ലാലൂസിലുള്ളൊരു ക്ലിനിക്കാണ് കേട്ടോ. മെഡിസേവ് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കാണ്. നാട്ടിൽ എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ചായക്കടേനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ എപ്പോഴും നമുക്ക് ഏത് സമയത്തും പോയി കഴിഞ്ഞാൽ നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടി പറ്റില്ലേ.
കൂടെ കുറച്ച് പരിപ്പ് വടയോ അല്ലെങ്കിൽ പഴംപൊരിയൊക്കെ കൂട്ടിയിട്ട്. പക്ഷെ ഇവിടെ അത് സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ അങ്ങനത്തെ ഒരു ചായക്കടേനെ ഉണ്ടാവാറില്ല. ഇവിടെ ഇവരുണ്ടാക്കുന്ന ചായ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടമാവുകയല്ല. പക്ഷേ ഇവിടെ പരിപ്പ് വടയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്നാക്സൊക്കെ ഇവിടെ കിട്ടും. പരിപ്പ് വട, അതുപോലെ തന്നെ സമൂസ, പിന്നെ പഴം വെച്ച് നമ്മുടെ നാട്ടിൽ ബോണ്ട ഉണ്ടാക്കില്ലേ, അതിൻ്റെ ചെറിയൊരു ബോണ്ട പോലത്തെ ഒരു സാധനം. അങ്ങനെ ചെറിയ ചെറിയ എണ്ണക്കടികളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ ഇതാ ഞാൻ നടന്ന് ഏകദേശം കട്ട്ബോൺ എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ചെറിയൊരു മോളും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇതാ ഞാൻ നടന്ന് കട്ടർബോൺ എത്തിയിട്ടുണ്ട്. ശരിക്കും ഇത് കട്ടർബോൺ എന്നല്ല കേട്ടോ പറയുക. നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇത് കട്ടർബോൺ എന്നാണെങ്കിലും ഫ്രഞ്ച് പ്രൊണൗൺസിയേഷൻ പ്രകാരം ഇത് കട്ട്ബോൺ എന്നാണ് പറയുക. കട്ട്ബോൺ എന്ന് പറയുന്നത് 4 ബൗണ്ടറീസ് എന്നാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. കട്ട്ബോൺ എന്ന് പറയുന്നത് മൗറീഷ്യസിൻ്റെ സെൻട്രൽ പാർട്ടാണ്. അതായത് നടുക്കഷ്ണം, നടുഭാഗം എന്നൊക്കെ പറയില്ലേ, സെൻട്രൽ പാർട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് പോർട്ട് ലൂസിലേക്കും അതുപോലെ മേബർഗ്, സൗത്ത്, ഫ്ലിക്ക് ആൻഡ് ഫ്ലാഗ് എന്നൊക്കെ പറയുന്ന പല സ്ഥലങ്ങളിലേക്കുള്ള ബസ് ഫെസിലിറ്റി ആയിക്കോട്ടെ, റോഡ് ഫെസിലിറ്റി ഒക്കെ ഉള്ളത് ഈ ഒരു സെൻട്രൽ പാർട്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ മൗറീഷ്യസിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് കട്ട്ബോണിനെ പറയാം കേട്ടോ. ഇതാണ് കട്ട്ബോണിലെ ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മുന്നേ ഉള്ള വീഡിയോ ഒക്കെ കണ്ട ആളുകൾക്ക് ഈ ഒരു സ്ഥലം കണ്ടാൽ നല്ല പരിചയം ഉണ്ടാവുമായിരിക്കും. അതെ, ഇത് മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷൻ ഇതിന് മുന്നേ പലതവണ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ് നേരെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് കട്ട്ബോണിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസാണ് കേട്ടോ. അപ്പോൾ മുനിസിപ്പാലിറ്റീൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. നല്ല ഭംഗിയായിട്ട്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ തന്നെ ഒരു ഈവനിങ്ങിൽ നമുക്ക് വന്നിരിക്കാൻ പറ്റുന്നൊരു പാർക്കും അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചിൽഡ്രൻസ് പാർക്കും ഇവിടെ തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയനെ ഇവർ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കിഡ്സ് പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ്. മാർക്കറ്റിനുള്ളിൽ എന്തൊക്കെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം എന്താ പരിപാടി എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. ഇങ്ങനൊരു പരിപാടി ഇവിടെ നടക്കുന്ന കാര്യം എനിക്ക് അറിയായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയൊരു ഇതാണ്. ഇവിടെ എന്തോ ഒരു ക്രാഫ്റ്റ് മേള പോലെ എന്തോ സംഭവം നടക്കുകയാണ് കേട്ടോ.
വന്നപ്പോൾ അവിടെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ടോ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട്. മൗറീഷ്യസിൽ ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പോർട്ട് ബിസിനസ് എന്ന് പറയുന്നത് ഷുഗർ കെയിൻ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ എല്ലാ സ്ഥലത്തും കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഇത് കണ്ടപ്പോൾ വിചാരിച്ചു കുറേ നാളായി ഞാൻ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട്, അപ്പോൾ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കുടിക്കാം. കുറേ നാൾക്ക് ശേഷം ഞാൻ കരിമ്പ് ജ്യൂസ് അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഫ്രഷ് തണുത്ത കരിമ്പ് ജ്യൂസ് കുടിച്ചപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി തൊണ്ടവേദനയോ മറ്റെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അത് കണ്ടോ, നല്ല മുരിങ്ങേൻ്റെ ഇലയും മുരിങ്ങാക്കായൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു സാധനം കാണിച്ചത്. ഇത് എന്താ സാധനം എന്നോട് ചോദിക്കരുത്. ഇതുപോലെ ഇവിടെ ഇവർ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ വന്ന് മാപ്പൂന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മൗറീഷ്യസിലെ കഡ്ബോർഡ് എന്ന് പറയുന്ന സിറ്റിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഒരുപാട് സിറ്റികൾ, ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പതിയെ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഈ കഡ്ബോൺ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.